എല്ലാവർക്കും മീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ദി റേവൻ എന്ന എഡ്ഗർ ആലൻ പോ ഇവിടെ പോയമാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വർക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലോട്ട് പോകാം. നമുക്ക് നോക്കാം എത്രത്തോളം ചോദ്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നതെന്ന്, എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്തു, ഏത് ലെവലിൽ നിങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എല്ലാവരും ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് റെഡി ആയിട്ടിരുന്നോളൂ. ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി റേവൻ റിപ്ലൈ ടു ദി നറേറ്റർ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് അല്ലേ? വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. അതെ, കറക്റ്റ് ആണ്. എന്താണ് പറയുന്നത്? നെവർ മോർ അല്ലേ? നെവർ മോർ, നെവർ മോർ. ഓക്കെ. വാട്ട് ഈസ് ദി നറേറ്റർ ഗ്രീവിംഗ് അബൌട്ട് and unable to cope with? എന്താണ്? കമന്റ് ചെയ്യൂ, ഫാസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്തോളൂ. അതെ, ഉത്തരം വന്നു കഴിഞ്ഞു. എന്താണ്? ദി ലോസ് ഓഫ് ദി ലവ്ഡ് വൺ അല്ലെ? ആരായിരുന്നു ലവ്ഡ് വണിന്റെ പേരെന്താണ്? അതെ, വെരി ഗുഡ്, ലെനോർ എന്നാണ് അല്ലെ? ഹു റോട്ട് ദി പോം ദി റാവൻ? സംശയമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്താണ്? എഡ്ഗർ ആലൻ പോ. എഡ്ഗർ ആലൻ പോ. എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ആക്ച്വൽ കോൺഫ്ലിക്റ്റ് ഇൻ ദി പോം ദി റാവൻ? എന്താണ് ആക്ച്വൽ കോൺഫ്ലിക്റ്റ്? എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദി നറേറ്റർ ഇവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ് അല്ലെ? അദ്ദേഹത്തിന് ആ ലോസ് ഓഫ് ലവ്ഡ് വൺ താങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദി നറേറ്റർ ഈസ് സ്ട്രഗ്ലിംഗ് വിത്ത് ഹിംസെൽഫ്. അതാണ് നമുക്ക് ഈ ഒരു പോമില് കാണാൻ സാധിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ദി നറേറ്റർ ഈസ് ആക്ച്വലി സ്ട്രഗ്ലിംഗ് വിത്ത് ഹിംസെൽഫ്. അടുത്ത ചോദ്യം, ദി നെയിം ഓഫ് ദി നറേറ്റേഴ്സ് ലവർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണ്? ഒന്നുകൂടി ടൈപ്പ് ചെയ്തോളൂ. ലെനോർ ആണ് അല്ലെ? ലെനോർ എന്നാണ് നമ്മളുടെ നറേറ്ററിന്റെ ലവറിന്റെ നെയിം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഈ എക്സാമിന് ഈ ഒരു ചോദ്യം വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പഠിച്ചു വെച്ചോളൂ. Which novel of Charles Dickens influenced the poem The Raven? ഏത് നോവലാണ്? ചാൾസ് ഡിക്കൻസിന്റെ ഏത് നോവലാണ് ദി റേവൻ എന്ന പോമിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഏതാണ്? പറയൂ. അതെ, വന്നു കഴിഞ്ഞു, ആൻസർ വന്നു അല്ലേ? എന്താണ്? ബർനാബി റഡ്ജ്. ബർനാബി റഡ്ജ് എന്ന നോവലാണ് അതെ നമ്മളുടെ എഡ്ഗർ ആലൻ പോനെ ഈ ഒരു പോം എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത്. Who was the narrator in the Raven? Who was the narrator? അദ്ദേഹം എന്തായിട്ടാണ് അദ്ദേഹം പറയുന്നത്? അത് ശരിക്കും പോമിൽ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു പോമിന് ഒരു ഫോളോ അപ്പ് എസ്സേ ഉണ്ടായിരുന്നു. ഈ ഫോളോ അപ്പ് എസ്സേയിൽ അദ്ദേഹം ഈ നറേറ്ററിനെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഒരു യങ് സ്കോളർ ആയിരുന്നു നമ്മളുടെ നറേറ്റർ. ഒരു യങ് സ്കോളർ ആണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. യങ് സ്കോളർ, യങ് സ്കോളർ. Now, എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡസ് ദി റേവൻ റെപ്രസെന്റ് ഇൻ ദി പോം? എന്തിനെയാണ് റേവൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദ പെയിൻ ഓഫ് ലൂസിംഗ് ലെനോർ. ദ പെയിൻ ഓഫ് ലൂസിംഗ് ലെനോറിനെയാണ് റേവൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൂസിംഗ് ദി ലവർ എന്നുകൂടി നമുക്ക് പറയാം. What does the narrator first think of the raven? അപ്പോൾ ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചിലപ്പോൾ ഓപ്ഷൻസ് തരാം. എന്നിട്ട് ആ ഓപ്ഷൻസിൽ നിന്നും ഒരു ഉത്തരത്തിലോട്ട് എത്താനായിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മളുടെ ഉത്തരം ഒരു ഫാസിനേറ്റഡ് എന്ന് വരുന്ന ഒരു ഉത്തരമായിരിക്കണം. ഫാസിനേറ്റഡ്. അറ്റ് ഫസ്റ്റ് ഹി വാസ് ഫാസിനേറ്റഡ് ബൈ ദി സൈറ്റ് ഓഫ് ദി റേവൻ, അല്ലെങ്കിൽ ഫാസിനേറ്റഡ്, ഒരു കൗതുകം, ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വേർഡ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ഇൻട്രിഗ്യൂഡ്. ഓക്കെ, ഇൻട്രിഗ്യൂഡ്. ഈ വേർഡ്സ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ വരാം, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഫാസിനേറ്റഡ് എന്ന രീതിയിലാണ് ഈ ഒരു ഉത്തരത്തിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നൽകേണ്ടത്. വാട്ട് ഡസ് ദി നറേറ്റർ ഫസ്റ്റ് തിങ്ക് ഓഫ് ദി റേവൻ? ഇവിടെ ഈ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദി നറേറ്റർ ഡൂയിങ് ടു ഫോർഗെറ്റ് ഹിസ് സോറോസ് ഓവർ ലൂസിംഗ് ലെനോർ? എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നറേറ്റർ ആദ്യം എന്ത് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്?
അതെ കറക്റ്റ് ആണ്. ഹി വാസ് റീഡിങ് എ ബുക്ക് അല്ലെ. ഹി വാസ് റീഡിങ് എ ബുക്ക്. വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. The lamp light gloated over. The lamp light gloated over. Identify the figure of speech. ഏത് figure of speech ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? പറയൂ, കമന്റ് ചെയ്യൂ. അതെ കറക്റ്റ് ആണ്. ഉത്തരം വന്നു കഴിഞ്ഞു. Personification. എന്താണ്? Personification ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. Personification. അടുത്തത് പൊതുവെ PSCക്ക് വളരെ താല്പര്യമുള്ള ഒരു ഏരിയയാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. The poem is told in dash narrative. ഏത് നറേറ്റീവിലാണ് ഈ പോം പറഞ്ഞിട്ടുള്ളത്? ഈ പോം അവതരിപ്പിച്ചിട്ടുള്ളത്? The first person narrative ആണ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് ഈ പോം അവതരിപ്പിച്ചിട്ടുള്ളത്. What is the time and year of the events in the poem The Raven? ടൈം ആൻഡ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോം വായിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും ഈ പോം വായിച്ചിരിക്കണം. നന്നായിട്ട് 2-3 പ്രാവശ്യം വായിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. What is the time and year of the events എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് midnight in December. ഡിസംബറിലെ ഒരു മിഡ് നൈറ്റിലാണ് ഈ ഒരു പോം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ മിഡ് നൈറ്റ്. Now, next question. What part of the bird eventually seems demonic to the speaker? ഇതും പോം വായിച്ചാലാണ് ഉത്തരം കിട്ടുക. പറയൂ, ആൻസർ പറയൂ. ഏത് പാർട്ടാണ്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതെ കറക്റ്റ് ആണ്. ഐസ് അല്ലെ. ഐസ് ആണ്. How does the speaker describe the raven when he first opens the shutters? ഇപ്പോൾ നമ്മളുടെ റേവനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുമ്പോൾ റേവനെ കാണുന്ന ടൈമിൽ എങ്ങനെയാണ് സ്പീക്കർ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്റ്റേറ്റ്ലി എന്ന് ഒരു വിശേഷണം കൊടുത്തുകൊണ്ടാണ്. സ്റ്റേറ്റ്ലി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്ലി ആണ് ഉത്തരമായിട്ട് വരുന്നത്. Who is the maiden that narrator is lamenting for? ആരാണ്? അതെ, ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ലെനോർ ആണ് അല്ലെ. ലെനോർ, നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ലെനോർ. Raven is a symbol of എന്താണ്? പറയൂ, കമന്റ് ചെയ്യൂ. അതെ, ഡെത്തിന്റെ സിമ്പൽ ആണ്. ഡാർക്ക്നെസിന്റെ സിമ്പൽ ആണ്. അങ്ങനെയൊക്കെ നമുക്ക് റേവനെ പറയാൻ സാധിക്കും അല്ലെ. ഡെത്ത് ആൻഡ് ഡാർക്ക്നെസ്. What does the narrator call the bird? നറേറ്റർ 2 പേരുകൾ വിളിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ? അതെ, കമന്റ് ചെയ്യൂ. വന്നു കഴിഞ്ഞു, ഉത്തരം വന്നു. അതെ, പ്രൊഫറ്റ് എന്ന് പറയുന്നു. Then the next one എന്താണ്? സെക്കൻഡ് വൺ ബേർഡിനെ തിങ് ഓഫ് ഈവിൽ എന്നുകൂടി വിളിക്കുന്നുണ്ട് അല്ലെ. തിങ് ഓഫ് ഈവിൽ എന്നുകൂടി വിളിക്കുന്നു. Where does the raven perch? എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം പറയുമെന്നാണ് എന്റെ വിശ്വാസം. അതെ, കറക്റ്റ് ആണ്. On the bust of Pallas അല്ലെ. On the bust of Pallas. നോട്ട് ചെയ്യുക, ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. On the bust of Pallas. Now, where does the narrator tell the raven to return? ഇങ്ങോട്ട് പോവാനാണ് റേവനോട് നമ്മളുടെ നറേറ്റർ പറയുന്നത്. കമന്റ് ചെയ്യൂ, ആൻസർ കമന്റ് ചെയ്യൂ. പറയൂ, ആൻസർ പറയൂ. അതെ, കറക്റ്റ് ആണ്. നൈറ്റ്സ് പ്ലൂട്ടോണിയൻ ഷോർ. ഓക്കെ, പ്ലൂട്ടോണിയൻ ഷോർ. അടുത്ത ചോദ്യം. What was the narrator about to do before he heard the tapping at his chamber door? എന്തായിരുന്നു നറേറ്റർ ഈ നോട്ട് കേൾക്കുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ചോദ്യം. എന്നായിരുന്നു? പറയൂ, ഉത്തരം കമന്റ് ചെയ്യൂ. അതെ, ടേക്ക് എ നാപ്പ് അല്ലെ. ടേക്ക് എ നാപ്പ്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു വർക്കിൽ നിന്നും ചോദിക്കാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ കൂടിയായിരിക്കും. What does the narrator wants to drink
to forget his lost maiden. എന്താണ് ആ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെ, ഉത്തരം വന്നു കഴിഞ്ഞു. എല്ലാവരും അറിയാത്തവരൊന്ന് നോട്ട് ചെയ്തോളുക. നെപ്പെൻത് എന്നാണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ആണോ എന്ന് എനിക്കറിയില്ല. നെപ്പെൻത്. ഓക്കെ, നെപ്പെൻത് നോട്ട് ചെയ്ത് വെക്കുക. NEPENTHE. What does the narrator wants to drink to forget his lost maiden? The narrator asks the raven if he will be reunited with his maiden in dash. എവിടെയാണ്? പോം വായിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയാൻ സാധിക്കും. അതെ, ഉത്തരം പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. Eden. Okay, it stands for Garden of Eden. Eden എന്നാണ് പോമിൽ കൊടുത്തിട്ടുള്ളത്. It stands for Eden Garden. Okay. Who is referred to as Radiant Maiden? ഇവിടെ ഈ ചോദ്യം ഇന്ന് നമ്മൾ ദി റേവൻ എന്ന പോമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചോദ്യത്തിലോട്ട് എത്താൻ സാധിക്കും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് സംഭവിക്കുക എന്താണ്, നമ്മൾ ഇത്രയും വർക്ക്സ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിലോട്ട് കുറെ മെയ്ഡൻ, കുറെ വർക്ക്സിലൊക്കെയുള്ള ലേഡീസിന്റെ ആ ഒരു ക്യാരക്ടർ നമ്മളുടെ മനസ്സിലോട്ട് വരും. ആരാണ് എന്നൊരു കൺഫ്യൂഷൻ നമ്മളിൽ ഉറപ്പായിട്ടും എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന ടൈമിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ റേഡിയന്റ് മെയ്ഡൻ ആരാണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേ ഉത്തരങ്ങൾ കാണുന്നുണ്ട്. കറക്റ്റ് ആണ്, ലെനോർ ആണ്. ഓക്കെ, റേഡിയന്റ് മെയ്ഡൻ. ഹൗ മെനി സ്റ്റാൻസാസ് ആർ there in the poem? നമുക്കറിയാം അല്ലേ, ഇത് നമ്മുടെ PSCയുടെ ഏറ്റവും ഫേവറേറ്റ് ഏരിയയാണ്. എല്ലാവരെയും കൺഫ്യൂസ് ചെയ്ത് ആൻസേഴ്സ് തെറ്റിപ്പിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടെ എത്ര സ്റ്റാൻസാസ് ആണ് ഉള്ളത്? 18 സ്റ്റാൻസാസ് ആണ് ഈ ഒരു പോമിനുള്ളത്. 18 സ്റ്റാൻസാസ്. ഇനി ഒരു സ്റ്റാൻസയിൽ എത്ര വരിയാണുള്ളത് എന്ന് കൂടി ഓർക്കുക. 6 വരികളാണ് ഒരു സ്റ്റാൻസയിൽ ഉള്ളത്. 18 സ്റ്റാൻസാസ് ഓഫ് 6 lines each. 18 സ്റ്റാൻസാസ് ഓഫ് 6 lines each ആണ്. At the end of the poem, the narrator's soul is dashed on the floor. അത് പോം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുക. ചിലപ്പോൾ ഇതുപോലെ fill in the blanks എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. The narrator's soul is, ഉത്തരം നൽകൂ. പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പറയൂ. അതെ, ഫ്ലോട്ടിംഗ് അല്ലെ, ഫ്ലോട്ടിംഗ് ഓൺ ദി ഫ്ലോർ. ഫ്ലോട്ടിംഗ് ഓൺ ദി ഫ്ലോർ. വെരി ഗുഡ്. The Raven was first published in the year, ഏതാണ്? അതെ, ഉത്തരം വന്നു കഴിഞ്ഞു. നിസ്സംശയം പറയാം, 1845 ആണ്. അടുത്തത്, നമ്മൾ ഏതൊരു പോം പഠിക്കുമ്പോഴും അതിന്റെ ഫസ്റ്റ് ലൈനും അതുപോലെ തന്നെ ലാസ്റ്റ് ലൈനും ഇനി ഏതെങ്കിലും കോട്ടബിൾ ലൈൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലൈൻ ഓഫ് ദി പോം ദി റേവൻ. ഈ റേവൻ എന്ന പോമിന്റെ ഫസ്റ്റ് ലൈൻ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കാരണം ഒരു സ്റ്റോറി പോലെ പണ്ടൊക്കെ നമ്മളുടെ ഒരു ട്രഡീഷണൽ വേ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ സ്റ്റോറി ആയിരുന്നു വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ഒരു രീതി അല്ലേ. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം എന്ന ആ ഒരു രീതിയിൽ വൺസ് അപ്പോൺ എ മിഡ് നൈറ്റ് ഡ്രയറി എന്ന രീതിയിലാണ് ഈ ഒരു ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ലൈൻ ഓഫ് ദി പോം. Now next question. Who is just one more in the long line of the friends who have abandoned him? Who is just one more in the long line of friends who have abandoned him എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യം വന്നിരിക്കുന്നത് ഒരു വരിയുണ്ട്. Other friends have flown before എന്നൊരു വരി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മളുടെ റേവൻ എന്നാണ് നമ്മളുടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ റേവനെയാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട്, റേവനെ കൂടി ആ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ കൂട്ടുകയാണ്. Who is just one more in the long line of friends who have abandoned him? അത് റേവൻ ആണ്. Who is the bird's only stock and store? ഈ ബേർഡിന് ഒരു കാര്യം മാത്രമേ അറിയാവുള്ളൂ, അവന്റെ കയ്യിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഒരു വേർഡ് മാത്രമേ അവന് അറിയാവുള്ളൂ എന്ന് പറയുന്നൊരു വരി വരുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. സ്റ്റോക്ക് ആൻഡ് സ്റ്റോർ എന്നൊരു ഫ്രേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ആൻഡ് സ്റ്റോർ, ബേർഡിന്റെ ഉള്ളിൽ സ്റ്റോക്ക് ആൻഡ് സ്റ്റോർ എന്തായിരുന്നു? എപ്പോഴും ആവർത്തിച്ച് പറയുന്ന നെവർ മോർ എന്ന വാക്കാണ്. നെവർ മോർ. Now, what is the color of the cushions? അതായത് നമ്മളുടെ നറേറ്ററിന്റെ ആ ഒരു റൂമിന്റെ അറേഞ്ച്മെന്റ് അത് വളരെ സിംബോളിക് ആണ്. ചേംബർ എന്ന് പറയുന്നത് സിംബോളിക് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റൂമിന്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ ഡിസ്ക്രിപ്ഷൻസിന്റെ
ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കുഷ്യന്റെ കളർ എടുത്ത് പറയുന്നുണ്ട്. ആ കളർ എന്താണ് എന്നാണ് ചോദ്യം. ദ കളർ ഓഫ് കുഷ്യൻസ് എന്നുള്ളത് ആ ഒരു അതിന്റെ ഇതെന്താണ് എന്ന രീതിയിൽ നിങ്ങളൊന്ന് ഓർക്കുക. വെൽവെറ്റ് ആണ്. വെൽവെറ്റ് കുഷ്യൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ കളർ എന്നാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ വെൽവെറ്റ് കുഷ്യൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദിക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഹൂസ് ഫുഡ് ഫോൾസ് tinkled ഓൺ ദി tufted ഫ്ലോർ. കാർപ്പറ്റില് ആരുടെ ഫുഡ് ആണ് ടിങ്കിൾ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയാം. സെറാഫിം ആണ്. സെറാഫിം, SERAPHIM. അതൊരു ഏഞ്ചൽ ആണ്. സെറാഫിം എന്നത് ഒരു ഏഞ്ചൽ ആണ് എന്ന് കൂടി ഓർക്കുക. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നൗ നെക്സ്റ്റ് വൺ, ഈ ഒരു ലൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു ലൈനില് ക്വാഫ് എന്നൊരു വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിന്റെ മീനിങ് എന്താണ് എന്നാണ് ചോദ്യം. ഇറ്റ് മീൻസ് ടു ഡ്രിങ്ക്. ടു ഡ്രിങ്ക്. ഇനി അടുത്തത് മറ്റൊരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ദാറ്റ് ഇസ് ടെംപ്റ്റർ. ഈ പോം വായിച്ചു നോക്കുമ്പോൾ ടെംപ്റ്റർ എന്നൊരു വേർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വേർഡ് T ക്യാപിറ്റലൈസ്ഡ് കൂടിയാണ് എന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു ചോദ്യമായിട്ട് വരാം. ഈ ടെംപ്റ്റർ ഇൻ ദി പോം ദി റേവൻ റെഫേഴ്സ് ടു, ഇത് മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം സൈറ്റൻ ആണ് അല്ലെ. സൈറ്റനെയാണ് റെഫർ ചെയ്തിട്ടുള്ളത്. Who is in the home by horror haunted? Home by horror haunted. ആരാണ് home by horror haunted എന്ന് റെഫർ ചെയ്തിട്ടുള്ളത്? അത് മറ്റാരുമല്ല, നമ്മളുടെ നറേറ്റർ ആണ്. നറേറ്റർ. അടുത്തത് ഈ പോമിലെ ഒരു വരിയാണ്. ഈസ് there balm in Gilead എന്നൊരു വരിയാണ്. ഇതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഈ ഒരു വരിയുടെ മീനിങ് നിങ്ങൾ കമന്റ് ചെയ്യൂ. മീനിങ് എന്ന് പറയുന്നത് is there any possibility of comfort and peace? Is there any possibility of comfort and peace എന്നാണ് ഈ വരിയുടെ അർത്ഥം വരുന്നത്. comfort and peace. Okay, comfort and peace. Now next one, leave my loneliness unbroken is a famous line of which poem? അതെ, ഉത്തരം വന്നു കഴിഞ്ഞു. The Raven. The Ravenലെ ഫേമസ് വരികളാണ്. ഒന്നുകൂടി വായിച്ചു നോക്കുക. Leave my loneliness unbroken. Now the next question, the poem's complex rhythm and meter is based on which work? ഏത് വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കോംപ്ലക്സ് റിതം ആൻഡ് മീറ്റർ ഈ ഒരു വർക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ എഡ്ഗർ ആലൻ പോ. ഇവിടെ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്തത് എലിസബത്ത് ബാരറ്റിന്റെ പോം ലേഡി ജെറാൽഡിൻസ് കോർട്ട്ഷിപ്പ് ആണ്. ലേഡി ജെറാൽഡിൻസ് കോർട്ട്ഷിപ്പ് എന്ന പോമാണ്. നോട്ട് ചെയ്ത് വെക്കുക. ലേഡി ജെറാൽഡിൻസ് കോർട്ട്ഷിപ്പ്. അതിൽ നിന്ന് റിതം ആൻഡ് മീറ്റർ ആണ് കേട്ടോ. ജെറാൽഡിൻസ് കോർട്ട്ഷിപ്പ് മറക്കാതിരിക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. Now, who calls the raven prophet? ആരാണ് അങ്ങനെ വിളിച്ചത്? അതും നമ്മളുടെ നറേറ്റർ തന്നെയാണ് അല്ലെ. ഉത്തരം കാണുന്നുണ്ട്. കറക്റ്റ് ആണ്. ദി നറേറ്റർ. ഇന്നത്തെ ഈ സെഷനിൽ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ 3 ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണെന്ന് ഞാൻ കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ 39th ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നോട്ട് ചെയ്യുക. ആദ്യം കമന്റ് ചെയ്യുന്ന 4 പേരുടെ പേര് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിൽ. ഞാൻ 2-3 ദിവസം എനിക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ടുഡേ ഓൺവേർഡ്സ് ഞാൻ എന്തായാലും അത് നോട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ 1 ആണ്. ഡാഷ് സജസ്റ്റഡ് ദാറ്റ് ദി പോം ഈസ് എ ടൈപ്പ് ഓഫ് എലിജിയാക് പാരാചൗസ്തൈറോൺ. നമ്മളുടെ നാക്കിന്റെ എന്താണ് ആ ഒരു ഇതൊക്കെ പോകുന്നൊരു വാക്കാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊന്ന് വായിച്ചെടുത്തോളുക. ഞാൻ കഷ്ടപ്പെട്ട് വായിച്ചിട്ട് ശരിയാവുന്നില്ല. ഓക്കെ, ഡാഷ് സജസ്റ്റഡ് ദാറ്റ് ദി പോം ഈസ് എ ടൈപ്പ് ഓഫ് എലിജിയാക് ഡാഷ്. ഓക്കെ, അപ്പോൾ ആരാണ് എന്നൊന്ന് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക. ഓക്കെ, നൗ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫോളോ അപ്പ് എസ്സേനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ദി റേവൻ എന്ന പോം കഴിഞ്ഞിട്ട് നമ്മുടെ എഡ്ഗർ ആലൻ പോ ഒരു ഫോളോ അപ്പ് എസ്സേ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ദി ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ. ദി ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ. അറിയാവുന്നവര് കാണും, അറിയാൻ പാടില്ലാത്തവരൊന്ന് എഴുതിയെടുത്തോളുക. ദി ഫിലോസഫി ഓഫ് കോമ്പോസിഷൻ. Now, next one,
Dash was the talking raven kept as pet by Charles Dickens. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പറയാമോ? The second question of the day. Second question of the day. ആൻസർ അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. ഇപ്പൊ തന്നെ പോയി കമന്റ് ചെയ്തോളൂ. എന്താണ്? Dash was the talking raven kept as a pet by Charles Dickens. Okay. Now the next question. Here comes Poe with his raven. With his raven. Like Barnaby Rudge എന്ന് കൂടി ഇതിന്റെ ബാക്കിയായിട്ടുണ്ട്. ഇവിടെ ഇത്തിരി സ്പേസിന്റെ ഇതുകൊണ്ടാണ് ഞാൻ മൊത്തം എഴുതാതിരുന്നത്. ആരാണ് ഇങ്ങനെ കമന്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ഇങ്ങനെ കമന്റ് ചെയ്തത് ആരാണ്? പറയാൻ സാധിക്കുമോ? പറയൂ. ഓക്കെ, ജെയിംസ് റസൽ ലോവൽ. ഓക്കെ, ജെയിംസ് റസൽ ലോവലിന്റെ കമന്റ് ആണ്. Here comes Poe with his raven like Barnaby Rudge. അപ്പൊ നമുക്കറിയാം ചാൾസ് ഡിക്കൻസിന്റെ ബർനാബി റെഡ്ജ് എന്ന നോവലിൽ നിന്നും ഇൻസ്പയർഡ് ആണെന്നല്ലേ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഒരു കമന്റ് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം. Dash is a drug mentioned in Homer's Odyssey which erases memory. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ 3. Dash is a drug mentioned in Homer's Odyssey which erases memory. ആ ഒരു ഡ്രഗിന്റെ മെൻഷൻ ഈ ഒരു പോമിലും ഉണ്ട്. അത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, കമന്റ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം പോയി നിങ്ങൾ ചാറ്റ് ബോക്സിലല്ല നമ്മളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ 3 എന്ന് പറയുന്നത്. Now what is the meter used in the poem? ഏത് മീറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? പറയൂ. അതെ, ട്രൊക്കൈക് ഒക്ടാവ് മീറ്റർ അല്ലെ. ട്രൊക്കൈക് ഒക്ടാമീറ്റർ ആണ്. ട്രൊക്കൈക് ഒക്ടാമീറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ദി റൈം സ്കീം ഓഫ് ദി പോം ആണ്. റൈം സ്കീം ഓഫ് ദി പോമിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ ആൻസർ പറയുന്നില്ല. നിങ്ങൾ കമന്റ് ചെയ്യുക. നാളെ നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്കും ഒരു ഡൗട്ട് നിലനിൽക്കുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ബാക്കിയുള്ളവരും ആ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഈ ഒരു ചാറ്റിൽ തന്നെ നമുക്കത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. Now the next question. The poem structure and meter is so formulaic that it is artificial. ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് ആരാണ്? Though its mesmeric quality overrides that എന്നുകൂടി ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് ആരാണ് എന്ന് പറയാമോ? അതെ, ഉത്തരം വന്നു, കറക്റ്റ് ആണ്. ഡാനിയൽ ഹോഫ്മാൻ ആണ്. ഡാനിയൽ ഹോഫ്മാൻ ആണ് ഇങ്ങനെ ഒരു കമന്റ് നമ്മളുടെ ദി റേവൻ എന്ന പോമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. The poem was sold to the American Review for dash. എത്ര ഡോളേഴ്സിനാണ് അമേരിക്കൻ റിവ്യൂവിന് ഈ ഒരു പോം സെൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. അത് $9 ആണ്. $9. ഇനി അടുത്തതും ഒരു ക്രിട്ടിക്കൽ കമന്റ് ആണ്. Who introduced the raven as it will stick to the memory of everybody who reads it എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? നിങ്ങൾ കമന്റ് ചെയ്യാൻ നോക്കൂ. അദ്ദേഹം മിറർ എന്ന മാഗസിന്റെ എഡിറ്റർ ആയിരുന്നു. നഥാനിയൽ പാർക്കർ വിൽസ് ആണ്. നഥാനിയൽ പാർക്കർ വിൽസ്. Okay, Nathaniel Parker Wills. Who introduced the raven as it will stick to the memory of everybody who reads it. Nathaniel Parker Wills. Now, who called the poem insincere and vulgar, its execution a rhythmic trick. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഇങ്ങനെ വിശേഷിപ്പിച്ചത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റ് ആണ്. അദ്ദേഹം നമ്മളുടെ ഗീതാഞ്ജലിക്ക് പ്രിഫേസ് എഴുതിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം WB Yeats ആണ് അല്ലേ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് മറ്റൊരു ക്രിട്ടിക്കൽ കമന്റ് ആണ് ദി റേവൻ എന്ന പോമിനെ കുറിച്ച്. Who commented on the raven? I see nothing in it എന്ന് കമന്റ് ചെയ്തത് ആരാണ് എന്ന് പറയാമോ? അതെ, ഉത്തരങ്ങൾ വരുന്നുണ്ട്. എമേഴ്സൺ ആണ് ഇങ്ങനെ ഒരു കമന്റ് ഈ ഒരു പോമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് വിശ്വാസം. എല്ലാവരും ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ 3 ചോദ്യങ്ങൾ ഉത്തരം നൽകാനായിട്ട് മറക്കാതിരിക്കുക. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന 4 പേരുടെ പേര് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഒരു ഗിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും.
അതെല്ലാവരും ഓർത്തിരിക്കുക. കൂടാതെ കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും കുറച്ച് ടൈമിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു ക്ലാസ് എത്തിക്കാനും ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ MCQസുമായിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.